ഇത്രയും വലിയൊരു ലോങ് ബ്രേക്കിന് ശേഷം ഇത്രയും പേർക്ക് കൂടി വരുവാൻ ഇടയായല്ലോ. അത് പ്രത്യേകമായിട്ട് കൂടി വന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും എല്ലാവരോടും ഉള്ള ഹൃദയംഗമായ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. നമുക്ക് വീണ്ടും തിരുവചന പഠനത്തിന് മുമ്പായിട്ട് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുപാദപീഠത്തില് വീണ്ടും അടുത്തു വരുവാൻ, തിരുവചനത്തിന് മുമ്പിലായിരിക്കാൻ ഞങ്ങൾക്ക് നൽകി തന്ന വിലയേറിയ അവസരത്തിനായിട്ട് നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ലോകമെങ്ങും വ്യാപിച്ചിരിക്കുന്ന ഈ പകർച്ചവ്യാധിയുടെ മധ്യത്തില് കർത്താവെ, വീണ്ടും വീണ്ടും രോഗവ്യാപനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെ അടുത്തു വരുവാൻ, ഇങ്ങനെ ദൈവവചനം പഠിപ്പാൻ ഈ സൂം പ്ലാറ്റ്ഫോമിൽ അതിനിടയാക്കുന്നത് ഓർത്ത് നന്ദിയോട് സ്തോത്രം. എന്റെ വെബിൽ അധ്വാനിക്കുന്ന എല്ലാവർക്കായും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഗോസ്പൽ മീഡിയയ്ക്കായും എന്റെ പ്രവർത്തനങ്ങൾക്കായും സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നേരിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും, സൂമിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കായും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കണമേ. തുടർന്നുള്ള ദിവസങ്ങളിൽ ആരൊക്കെ ഇതിന്റെ റെക്കോർഡിംഗ് കാണുന്നുവോ അവർക്കും ഇത് ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ കർത്താവ് സഹായിക്കണം. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് അവിടുന്ന് ഒരുക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, വചനം അങ്ങയുടെ വകയാണ്, ഞങ്ങളും അങ്ങയുടെ വകയാണ്. വചനം അങ്ങയുടെ ആത്മാവിനാൽ എഴുതപ്പെട്ടതാണ്. അതേ ആത്മാവ് തന്നെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ക്രിയ ചെയ്യുകയും അടിയനിലൂടെ സംസാരിക്കുകയും ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. അതിന് തടസ്സമായി അടിയന്റെയോ ഞങ്ങളുടെ ആരുടെ ജീവിതത്തിലുള്ള കുറവുകളെയൊക്കെ അവിടുന്ന് ക്ഷമിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ദോഷങ്ങളെ ഒന്നും അവിടുന്ന് ഓർക്കരുത് കർത്താവെ. ഞങ്ങളെ വീണ്ടും തിരുസന്നിധിയില് വിനയപ്പെടുത്തുന്നു, താഴ്ത്തുന്നു കർത്താവെ. ഞങ്ങൾക്ക് പുകഴുവാനൊന്നുമില്ല, ഞങ്ങൾക്ക് പറയുവാനൊന്നുമില്ല. ഞങ്ങൾ അങ്ങയുടെ കരുണയ്ക്കായിട്ട് യാചിച്ചുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ അടുത്തു വരും. എല്ലാവർക്കും ഒരുപോലെ ഈ പഠനം അനുഗ്രഹമായി തീരണമേ എന്ന് അപേക്ഷിക്കുന്നു. മഹത്വം തിരുമേനി തന്നെ എടുത്താട്ട് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക്, അവസാനത്തെ 2 അധ്യായങ്ങളിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും 21ഉം 22ഉം അധ്യായങ്ങള്. 21ാം അധ്യായത്തെ കുറിച്ച് ഒരു ചെറിയ ഓവർവ്യൂ കഴിഞ്ഞ പഠനത്തില് നമുക്ക് ഒരുമിച്ച് ചിന്തിപ്പാനായിട്ട് കഴിഞ്ഞു. ഇന്നും ഒരു ലോങ് ബ്രേക്കിന് ശേഷമായതുകൊണ്ട് ആ ഭാഗത്ത് തന്നെ ഒന്നുകൂടെ ഒന്ന് റീവിസിറ്റ് ചെയ്തിട്ട് വീണ്ടും മറ്റേ അധ്യായങ്ങളിലേക്ക്, അടുത്ത ക്ലാസ്സിൽ അടുത്ത അധ്യായത്തിലേക്ക് പോകാം എന്നാണ് കരുതുന്നത്. 21ാം അധ്യായം. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1ാമത്തെ ആകാശവും 1ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. 1ാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്നും അവൻ കൽപ്പിച്ചു. പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തത്, സംഭവിച്ചു തീർന്നു. ഞാൻ അൽഫയും ഒമേഗയും ആദിയും മന്ദവുമാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഫോഷ്ക്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ. ഇത് 2ാമത്തെ മരണം. 21ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ് നാം വായിച്ചത്. അതിന്റെ ഫസ്റ്റ് പാരഗ്രാഫ്. ദൈവം നിലവിലുള്ള ആകാശവും ഭൂമിയും മാറ്റിക്കളഞ്ഞിട്ട് പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഒരു പുത്തൻ ആവാസ വ്യവസ്ഥയും ഒരു പുത്തൻ അധിവാസവും ദൈവം ഒരുക്കുകയാണ്. The old order of things passed away. 1ാമത്തെ ലോകവും അതിന്റെ ക്രമവും അതിന്റെ സകല വ്യവസ്ഥകളും മാറ്റപ്പെട്ടു. അതേ തുടർന്നാണ് ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള
മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ വിശുദ്ധ നഗരം, യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭൂമിയിലേക്ക് ഇറങ്ങുന്നു എന്ന് നാം വായിക്കുന്നു. ഒന്നാമതായിട്ട് കർത്താവ് നിലവിലുള്ള ഭൂമിയെയും നിലവിലുള്ള ആകാശത്തെയും മാറ്റിക്കളയും. നമുക്കറിയാം, എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, വസ്ത്രം പോലെ അവ പഴകിപ്പോകും, തുണിയെ പോലെ കർത്താവ് അതിനെ ചുരുട്ടും എന്ന് നാം വായിക്കുന്നു. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 10, 11, 12 വാക്യങ്ങൾ. കർത്താവേ, നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനം വിട്ടു, ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും. വസ്ത്രം പോലെ അവ മാറിപ്പോകും, നീയോ അനന്യൻ, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല. അപ്പൊ ദൈവം ആദ്യത്തെ ആകാശത്തെയും ആദ്യത്തെ ഭൂമിയെയും അവയെ നശിപ്പിക്കും, അല്ലെങ്കിൽ അവയെ ഇല്ലാതെയാക്കും. അവ വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ അവയെ ചുരുട്ടും. അതിനുശേഷം വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരും. അവിടെ ദൈവവും മനുഷ്യരും കൂടെ ഒരുമിച്ച് വസിക്കുന്നതായിട്ടുള്ള, ഞാനൊരു ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ദൈവവും മനുഷ്യനും കൂടെ ഒരുമിച്ച് താമസിക്കുന്ന ഒരു വ്യവസ്ഥിതി. ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ വസിക്കുന്ന, അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്കുന്ന, ദൈവത്തിന്റെ ജനമായി വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഒരുപോലെ ഒരുമിച്ചായിരിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയാണ് പിന്നീട് ഉണ്ടാകുവാനായിട്ട് പോകുന്നത്. ഒന്നാമത് നാം മനസ്സിലാക്കേണ്ടത്, ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും പാപം മൂലം ശപിക്കപ്പെട്ടതായി. മനുഷ്യൻ പാപം ചെയ്തു. മനുഷ്യൻ പാപം ചെയ്തപ്പം ദൈവം ശപിച്ചത് മനുഷ്യനെ മാത്രമല്ല, മനുഷ്യന് മുമ്പായിട്ട് ഭൂമിയെ തന്നെ ശപിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ അതിന്റെ 17-ാമത്തെ വാക്യം, മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കും. അപ്പൊ മനുഷ്യൻ നിമിത്തം, ആദാമ്യ പാപ നിമിത്തം ഭൂമിയാണ് ശാപം ഏറ്റുവാങ്ങിയത്. ഈ ആദ്യത്തെ ഭൂമി അത് ശപിക്കപ്പെട്ടു. നിന്റെ ആയുഷ്കാലമൊക്കെ നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും, മുള്ളും പറക്കാരെയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും. അപ്പോ ശാപത്തിന്റെ ഫലമായിട്ട് ആദ്യം സൃഷ്ടിക്കപ്പെട്ട ലോകത്തിന്റെയും അതിന്റെ സകല സംവിധാനങ്ങളും ഒരുപോലെ ശപിക്കപ്പെട്ടു, അത് മാറ്റപ്പെട്ടു, പാപത്തിന് അധീനമായി തീർന്നു എന്ന് നാം മനസ്സിലാക്കും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്ന, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പറയുന്നു, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്യുന്നു. ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു. 21-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞു പോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. He will make everything new. എല്ലാം പുതുതാക്കി തീർന്നു. എന്താണ് ഇതിന്റെ ആവശ്യം? എന്തുകൊണ്ടാണ് പഴയ ഭൂമിയെയും പഴയ ആകാശത്തെയും മാറ്റി അതിലെ ശാപമുള്ളതെല്ലാം മാറ്റി കഴിഞ്ഞിട്ട് ദൈവം ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുമ്പോൾ അവിടെ നമുക്ക് തരുന്ന വലിയൊരു വാഗ്ദത്തം എന്ന് പറയുന്നത്, ഇനി ശാപം ഉണ്ടാകുകയില്ല എന്നുള്ളതാണ്. ഇനി ശാപം ഉണ്ടാകുകയില്ല, ഇനി മരണം ഉണ്ടാകുകയില്ല, യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. പഴയ നിയമം അവസാനിക്കുമ്പോൾ മലാഖിയുടെ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തില് പഴയ നിയമം അവസാനിക്കുന്നത് മലാഖി പ്രവചനം 4-ാം അധ്യായത്തില് അതിന്റെ 5 മുതൽ, യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഏലിയാ പ്രവാചകനെ അയക്കും. ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശപഥം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും നിരപ്പിക്കും. ഇവിടെ ഒരു ശാപം കൊണ്ടാണ് ഈ പഴയ നിയമം അവസാനിക്കുന്നത്. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ സകല അഹങ്കാരികളും താളടിയാകും, ദൈവം സകലത്തെയും ദഹിപ്പിച്ചു കളയും എന്ന് പറഞ്ഞ്
ഒരു ശാപത്തോടു കൂടിയാണ് പഴയ നിയമം അവസാനിക്കുന്നെങ്കിൽ പുതിയ നിയമത്തിന്റെ അവസാനം എന്ന് പറയുന്നത് ഇനി യാതൊരു ശാപവും ഉണ്ടാകുകയില്ല എന്നുള്ള വലിയ വാഗ്ദത്തത്തോടു കൂടി ആയിരിക്കും. ഇനി യാതൊരു ശാപവും ഉണ്ടാകുകയില്ല. പഴയ ഭൂമിയെ മാറ്റിക്കളയേണ്ടതിന്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് കുറച്ചുകൂടെ നമുക്ക് ഒരുമിച്ചൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഇപ്പോഴത്തെ ഭൂമിയുടെ വ്യവസ്ഥ എന്ന് പറയുന്നത് നമുക്കിപ്പോ ഈ കൊറോണയുടെ കാലം തന്നെ ചിന്തിച്ചാൽ നമുക്കറിയാം, ഇപ്പൊ ഗവൺമെന്റുകളെല്ലാം പറയുന്നത് പൊതുജനത്തിന്റെ പണം എത്തിയെങ്കിൽ മാത്രമേ പൊതുജനം കച്ചവട സ്ഥാപനങ്ങളിൽ കയറി സാധനങ്ങൾ വാങ്ങിക്കൂ, പർച്ചേസിങ് നടക്കത്തുള്ളൂ. അതുകൊണ്ട് ജനത്തിന്റെ കയ്യിൽ പണം എത്തിക്കണം. അതുകൊണ്ട് ഗവൺമെന്റ് തന്നെ ജനത്തിന്റെ പണം കൊടുക്കണമെന്നാണ്. ഒരു സമ്പദ് വ്യവസ്ഥ, ഒരു എക്കണോമി വീക്ക് ആകുമ്പോൾ, പ്രത്യേകിച്ചും കഴിഞ്ഞ തവണ നോബൽ സമ്മാനം നേടിയ ഒരു ഇന്ത്യക്കാരത്തി, ഒരു വിദേശി കൂടാണല്ലോ നോബൽ സമ്മാനം എക്കണോമിക്സിന് നേടിയത്. അവര് പറയുന്നത് എക്കണോമി സ്ട്രോങ് ആകണമെങ്കിൽ ജനത്തിന്റെ കയ്യിൽ, പ്രത്യേകിച്ച് സാധാരണക്കാരന്റെ കയ്യിൽ പൈസ എത്തിയെങ്കിൽ പർച്ചേസിങ് ഉണ്ടാകും. അവര് സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴാണ് സാധനങ്ങൾക്ക് ഡിമാൻഡ് ഉണ്ടാകും, സാധനങ്ങൾക്ക് ആവശ്യമുണ്ടാകും. സാധനങ്ങൾക്ക് ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ കൂടുതൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ട ആവശ്യമുണ്ട്. പ്രൊഡക്ഷൻ കൂടുമ്പോൾ കൂടുതൽ കമ്പനികൾ ഉണ്ടാകും, കൂടുതൽ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. അപ്പൊ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ കൂടുതൽ ആളുകൾക്ക് ജോലി കിട്ടും. വീണ്ടും ജോലി കിട്ടുമ്പോൾ കൂടുതൽ ആളുകളുടെ പൈസ എത്തും. അങ്ങനെ മാത്രമേ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്താനായിട്ട് കഴിയുകയുള്ളൂ എന്ന് പറയും. എവിടെയെല്ലാം എക്കണോമിക് ഡിപ്രഷൻ ഉണ്ടായാലും, സാമ്പത്തിക മാന്ദ്യം ഉണ്ടായാലും, അവിടെ ജനത്തിന്റെ കയ്യിലേക്ക് പണം എത്തിക്കുക എന്നാ പറയും. നമുക്കറിയാം, ഇത് ജസ്റ്റ് ഒരു സൈക്കിളാണ്, ഒരു വൃത്തം പോലെയാണ്. ഗവൺമെന്റ് പണം ആളുകളുടെ കൊടുക്കുന്നു, ആ പണം ഉപയോഗിച്ച് ആളുകൾ സാധനം വാങ്ങുമ്പോൾ വീണ്ടും ഗവൺമെന്റ് അവരുടെ നിന്ന് ടാക്സ് പിരിക്കുന്നു. അത് ശമ്പളം കൊടുക്കാനും അല്ലെങ്കിൽ അതുകൊണ്ട് ഡിമാൻഡ് ഉണ്ടായി, ഇങ്ങനെ ഒരു ചക്രം പോലെയാണ് ഈ എക്കണോമി പ്രവർത്തിക്കുന്നത്. ഒന്ന് ഓർത്ത് നോക്കിക്കാട്ട്, മനുഷ്യനെല്ലാം അവരവരുടെ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അവരവർക്കാകുന്ന തൊഴിലുകൾ ചെയ്ത് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും അതെല്ലാവരും അങ്ങ് അവരവരുടെ ആവശ്യം പോലെ പങ്കിട്ടെടുക്കുകയും ചെയ്തായിരുന്നെങ്കിൽ ഈ പ്രശ്നത്തിന്റെ വല്ല കാരണമോ? ഞാൻ പറയുന്നത് എല്ലാവരും മനസ്സിലാക്കുമെന്ന് കരുതുന്നു. എനിക്ക് കൃഷി ചെയ്യാൻ അറിയാമെങ്കിൽ ഞാൻ കൃഷി ചെയ്ത് എന്റെ പറമ്പിൽ അല്ലെങ്കിൽ എന്റെ കൃഷിയിടത്ത് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. വേറൊരാൾക്ക് ഒരു ഫാക്ടറി ഉണ്ടെങ്കിൽ അയാളുടെ ഫാക്ടറിയിൽ തുണികളെ ഉൽപ്പാദിപ്പിക്കുന്നു, വേറൊരാള് ചെരുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നു. ഇതെല്ലാം തന്നെ എല്ലാവരുടെയും ആവശ്യത്തിന് അങ്ങ് പങ്കിട്ട് കൊടുക്കുകയാണെന്ന് വെച്ചാൽ, അപ്പൊ ആർക്കും ഒരു, പ്രത്യേകിച്ചും ലോകത്തിൽ ഇന്ന് മനുഷ്യന് ഭക്ഷിക്കാൻ ആവശ്യമായ ഭക്ഷ്യ സാധനങ്ങൾ ഉണ്ടാക്കപ്പെടുന്നുണ്ട്. എങ്കിലും ലോകത്തിൽ ഇന്ന് അനേകർ പട്ടിണി കിടക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഭക്ഷ്യ സാധനങ്ങൾ പട്ടിണി കിടക്കുന്ന സ്ഥലങ്ങളിലോ രാജ്യങ്ങളിലോ എത്തുന്നില്ല, അല്ലെങ്കിൽ അത് വാങ്ങുവാൻ അവർക്ക് പൈസ ഇല്ല എന്നുള്ളതാണ്. ഇന്ന് വേദപുസ്തകത്തിന്റെ തത്വം എന്ന് പറയുന്നത്, വേദപുസ്തകം പഠിപ്പിക്കുന്നതെന്ന് പറയുന്നത് പങ്കിടലിന്റെ കാര്യമാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ആദിമ ക്രിസ്തീയ സഭ അതാണ് ചെയ്തത്. എല്ലാവർക്കും ആവശ്യം പോലെ വിഭാഗിച്ച് കൊടുത്തു. അവരുടെ ഇടയിൽ മുട്ടുള്ളവൻ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ അതിന് മറ്റൊരു പ്രശ്നം വന്നു. തെസ്സലോനിക്ക ലേഖനമൊക്കെ നാം പഠിക്കുമ്പോൾ അവിടെ പറയുന്നു, വേല ചെയ്യാതെ ആരും ഭക്ഷണം കഴിക്കരുത്. സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കാത്തവൻ ആരും ഭക്ഷണം കഴിക്കാൻ, കാരണം ആദിമസഭയിൽ ഒരുമിച്ചുള്ള കോമൺ കിച്ചൺസ് ഉണ്ടായിരുന്നു, ഒരുമിച്ച് ഭക്ഷണം പാകം ചെയ്ത് ഒരുമിച്ച് കഴിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ കുറച്ചു പേർ ഇത് ലാക്കാണെന്ന് കണ്ട് അവര് പണി ചെയ്യാതിരുന്ന് അവര് ഭക്ഷണം കഴിക്കാനായിട്ട്, അപ്പൊ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, പണി ചെയ്യാത്തവൻ, സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കാത്തവൻ, ചിലർ വേല ചെയ്യാതെ മിനക്കെട്ട് നടക്കുന്നു എന്നാ പറയുന്നു. കാരണം എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? മനുഷ്യന്റെ പാപം മൂലം. ഞാൻ എനിക്ക് ചെയ്യാനുള്ളത് ചെയ്യാതെ മറ്റൊരുത്തന്റെ അധ്വാന ഫലം തിന്നാനിരിക്കുന്നു. അങ്ങനെ ഒരു പങ്കിടലിന്റെ അവസ്ഥയിൽ അത് നടക്കാതെ വരുന്നതിന്റെ കാരണം അതാണ്. അതെന്താണ് കാരണം? പാപം മൂലമാണ് ആ വ്യവസ്ഥിതി ലോകത്തിൽ വന്നത്. മാത്രവുമല്ല, പങ്കിട്ട് കൊടുക്കാൻ ഇരുന്നാട്ടെ, പങ്കിട്ട് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കും? അവരവർക്ക് കിട്ടാവുന്നതെല്ലാം അവനും കോരിക്കൊണ്ടങ്ങ് പോകും. ഈ അടുത്ത കാലത്ത് പറയുന്നത് കേട്ടു, ഒരാള് കപ്പ ഇട്ട് ഒരു പറമ്പിൽ,
ഇപ്പൊ കപ്പയുടെ വില ഇടിഞ്ഞപ്പോ അങ്ങേരെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ പരസ്യം ചെയ്തു, ഇഷ്ടമുള്ളവർക്ക് വന്ന് എന്റെ പറമ്പിലെ കപ്പ പറിച്ചോണ്ട് പോകാം. അപ്പൊ ദൂരെന്ന് പോലും ആളുകൾ വണ്ടി എടുത്തോണ്ട് വന്ന് കപ്പ പറിച്ച് വണ്ടിയിലെ കൊണ്ടുപോയി. അവർക്ക് വെറുതെ അവർക്ക് കിട്ടുന്ന വിലയ്ക്ക് കിട്ടും. എന്നാൽ ആ അടുത്ത പ്രദേശത്ത് ഭക്ഷണമില്ലാത്തവരും അല്ലെങ്കിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും കൊണ്ട് അവർക്കിത് ലഭിക്കാനായിട്ട് വേണം. ഇവിടെ എല്ലാം മനുഷ്യന്റെ അത്യാഗ്രഹവും ആർത്തിയും എനിക്കെല്ലാം കൈവശമാക്കണം, എനിക്കെല്ലാം കൈയടക്കണം എന്നുള്ള മനുഷ്യന്റെ ഒരു സ്വഭാവമാണ് ഇതിന്റെ പ്രശ്നമെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതെന്തുകൊണ്ട് സംഭവിച്ചു? പാപം മൂലം സംഭവിച്ചു. പാപം ലോകത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ സ്വസ്നേഹികളായി തീർന്നു. അന്ത്യകാലത്തിന്റെ ലക്ഷണം അതാണ്. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളുമായി തീരും. ആർത്തിക്ക് ഒരു അവസാനമില്ലാത്തതായി തീരും. മറ്റുള്ളവരെ പരിഗണിക്കാതെ സ്വന്തമായിട്ട് വലിച്ചു കൂട്ടുന്നവരായി തീരും. ആ വ്യവസ്ഥിതി ഞാൻ ഇത്രയും പറഞ്ഞതിന്റെ കാരണം അങ്ങനെയുള്ള ആ വ്യവസ്ഥിതി എല്ലാം തന്നെ ഈ സാധനങ്ങൾ കൈ കിട്ടുന്നവർ കൊണ്ടുപോകുക എന്നുള്ള, അല്ലെങ്കിൽ വലിച്ചു കൂട്ടുക, ആർത്തിക്ക് വലിച്ചു കൂട്ടുക എന്നുള്ളത് മാത്രമല്ല, അങ്ങനെയുള്ള എല്ലാ വ്യവസ്ഥിതികളും ദൈവം തമ്പുരാൻ മാറ്റും. പഴയത് കഴിഞ്ഞുപോയി. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നത്. ഓൾഡ് ഓർഡർ ഓഫ് തിങ്സ് പാസ്ഡ് അവേ. ആദ്യത്തെ ലോകം ദൈവം സൃഷ്ടിച്ച ഏറ്റവും ഉത്തമമായ ഒരു വ്യവസ്ഥിതി, എല്ലാവർക്കും ആവശ്യത്തിന് ലഭിക്കുന്ന, എല്ലാവരുടെയും ആവശ്യം നിറവേറ്റപ്പെടുന്ന, എല്ലാവരും അവരവർക്കാകുന്നത് പോലെ അധ്വാനിക്കുന്ന ഒരു മനോഹരമായ ഒരു വ്യവസ്ഥിതിയാണ് ദൈവം ഇവിടെ സൃഷ്ടിച്ചത്. എന്നാൽ പിശാച് ഈ ലോകത്തിലേക്ക് വന്ന് മനുഷ്യൻ പിശാചിന്റെ വാക്ക് കേട്ടനുസരിച്ച് പിശാചിന് അടിമയായി തീർന്നത് കൊണ്ട്, തനിക്ക് ലഭിച്ച, ലോകത്തെ ഭരിക്കുവാൻ മനുഷ്യന് ലഭിച്ച ആധിപത്യം പിശാചിന് കൊടുത്തത് കൊണ്ട് ലോകത്തിന്റെ വ്യവസ്ഥിതി തന്നെ മാറ്റി. അതുകൊണ്ട് ഗോഡ് ഈസ് ഗോയിങ് ടു ബ്രിങ് ഇൻ എ ന്യൂ ഓർഡർ ഓഫ് തിങ്സ്. ഇപ്പൊ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാകുമ്പോൾ ദൈവം ഒരു പുതിയ വ്യവസ്ഥിതിയോടാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് യാതൊരു ശാപവും ഇല്ലാത്ത, മരണമില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത, കണ്ണുനീരില്ലാത്ത ഒരു മനോഹരമായ ഒരു ലോകം ദൈവം സൃഷ്ടിക്കും. പക്ഷെ ആ മനോഹരമായ ലോകത്തിലേക്ക് പ്രവേശിക്കാൻ ആർക്കേ അധികാരമുള്ളൂ? ജീവപുസ്തകത്തിൽ പേരെഴുതി കാണുന്നവർക്ക് മാത്രമേ ആ പുതിയ ലോകത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് കഴിയൂ. ഇനി പുതിയ ആകാശവും പുതിയ ഭൂമിയും ദൈവം സൃഷ്ടിക്കുമ്പോൾ നാം ഓർക്കേണ്ടതായിട്ടുള്ള മറ്റൊരു കാര്യം, അവിടെയും നമുക്ക് ചെയ്യാൻ ജോലികൾ ഉണ്ടാകും. അവിടെ നമ്മൾ മെനക്കെട്ടിരിക്കുന്നവരല്ല. അവർ അവനെ ആരാധിക്കുമെന്ന് 22-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. 22-ാം അധ്യായത്തിലാ പറയുന്നത്, യാതൊരു ശാപവും ഉണ്ടാകയില്ല. 22-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും, അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഹിസ് സെർവൻസ് വിൽ സെർവ് ഹിം. ദൈവത്തിന്റെ ദാസന്മാർ ആരാധിക്കും, അല്ലെങ്കിൽ അവനെ സേവിക്കുമെന്നാണ് അതിന്റെ അർത്ഥമെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ ദാസന്മാർ, അവിടെ നമുക്ക് ദൈവത്തെ സേവിക്കുവാൻ അവിടെ ജോലികൾ ചെയ്യാനുണ്ട്. സ്വർഗം എന്ന് പറയുന്ന ഒരു വിരസമായ സ്ഥലമായിരിക്കും. ഞാനത് ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കാം. No longer will there be any curse. The throne of God and the Lamb will be in the city, and his servants will serve him. അവിടെയും നമുക്ക് ചെയ്യാൻ ജോലികൾ ഉണ്ടാകും. അവിടെ നമ്മൾ ജോലികൾ ചെയ്യുന്നത്, അയ്യോ ഈ ജോലി എങ്ങനെയാലും ഒന്ന് തീർന്നെങ്കിൽ എന്നുള്ള നിലയിലായിരിക്കില്ല. എനിക്ക് ജോലി ചെയ്യുവാനുള്ള വലിയൊരു പ്രിവിലേജ്, ഒരു പദവി ദൈവം തന്നല്ലോ, അതിലൂടെ ഞാൻ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ജോലി ഞാൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കും. പ്രിയമുള്ളവരെ, അതൊരു മനോഹരമായ വ്യവസ്ഥയായിരിക്കും. ആ വ്യവസ്ഥ വ്യക്തമായിട്ട് നാം മനസ്സിലാക്കും. നമ്മുടെ കേരളത്തിലെ കുറച്ചു വർഷം മുമ്പ് ഭരിച്ചിരുന്ന മുഖ്യമന്ത്രിയായ EK നായനാർ, അദ്ദേഹം പറയുമായിരുന്നല്ലോ, എടോ ഈ സിസ്റ്റം മാറണം. എന്തെങ്കിലും പറയുമ്പോ എടോ ഈ സിസ്റ്റം മാറണം എന്ന് പറയാം. അദ്ദേഹം എന്ന് പറഞ്ഞ പുതിയൊരു ലോകക്രമം എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം അത് സംസാരിക്കുന്നത്. പക്ഷെ അദ്ദേഹം ഈ വ്യവസ്ഥ മനസ്സിലാക്കി അല്ല സംസാരിച്ചതെന്ന് നമുക്കറിയാം. ദൈവം സൃഷ്ടിക്കാൻ പോകുന്ന ഏറ്റവും ഉത്തമമായ ഒരു വ്യവസ്ഥ, ശാപമില്ലാത്ത, പാപം കടന്നു വരാത്ത, പിശാച് മനുഷ്യനെ വഴിതെറ്റിക്കാത്ത ഏറ്റവും മനോഹരമായ ഒരു അവസ്ഥയിൽ ആരും സ്വസ്നേഹികളായി തീരത്തില്ല. ആർക്കും ഈഗോ ഉണ്ടാകത്തില്ല, ഞാനെന്ന ഭാവം ഉണ്ടാകത്തില്ല. എല്ലാവരും ദൈവത്തെ ആരാധിക്കുന്ന, എല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്ന മനോഹരമായ ഒരു വ്യവസ്ഥയായിരിക്കും. അതുകൊണ്ട്
പഴയ ക്രമം മുഴുവൻ ദൈവം മാറ്റി എഴുതും. ഒരു പുതിയ ഓൾഡ് ഓർഡർ ഓഫ് തിങ്സ് വിൽ ബി പാസ്ഡ് അവേ. പഴയ ആ ക്രമങ്ങളെല്ലാം മാറ്റും. മാത്രവുമല്ല, ഈ പുതിയ നഗരത്തിൽ, പുതിയ നഗരം എന്നാണ് ഇതിനെ വിളിക്കുന്നത്, ഈ പുതിയ നഗരത്തിലെ സിറ്റിസൺസ്, ഇവിടുത്തെ പൗരന്മാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ പൗരന്മാരെന്ന് പറയുന്നത് അവിടെ വീണ്ടും ജനിച്ചവരായിരിക്കും. ഇവിടെ 7-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക്. അപ്പൊ ദൈവത്തിന്റെ മക്കൾക്ക് മാത്രമേ ഈ പുതിയ നഗരത്തിലെ പ്രവേശിപ്പാനായിട്ടുള്ള അവകാശമുള്ളൂ. ജയിക്കുന്നവൻ. വെളിപാട് പുസ്തകം എന്ന് പറയുന്നത് ജയിക്കുന്നവരുടെ പുസ്തകമാണ്. 11-ാം അധ്യായത്തില് നാം വായിക്കുന്നുണ്ട്, അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. 7 സഭകൾക്കുള്ള ദൂതില് ഓരോ സഭയോടും പറയുന്നത്, ഓരോ സഭയുടെയും അവസാനത്തെ എക്സോർട്ടേഷൻ എന്ന് പറയുന്നത്, ജയിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിൽ, ദൈവത്തിന്റെ പർദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ജയിക്കുന്നവന് 2-ാം മരണത്താൽ ദോഷം വരികയില്ല. സ്മർണയിലെ സഭയോട് പറയുന്നു. പിന്നെ പെർഗമോസിലെ സഭയോട് പറയുന്നു, ജയിക്കുന്നവന് ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും, എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. സർദീസിലെ സഭയോട് പറയുന്നു, ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും, അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേർ ഏറ്റു പറയും. 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. പിന്നെ 3-ാം അധ്യായത്തില് 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്റെ ദൈവത്തിന്റെ നാമവും എന്റെ ദൈവത്തിന്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന എന്റെ ദൈവത്തിന്റെ നഗരത്തിന്റെ നാമവും എന്റെ പുതിയ നാമവും ഞാന് ജയിക്കുന്നവന്റെ മേൽ എഴുതും. ജയിക്കുന്നവനെ ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. പിന്നെ ലവോദിക്കയിലെ സഭയോട് പറയുന്നു, 21-ാമത്തെ വാക്യം, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരുപ്പാൻ വരം നൽകും, ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ ഇരുന്നത് പോലെ തന്നെ. അത് തന്നെയാണ് 21-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിലും പറയുന്നത്, ജയിക്കുന്നവന് ഇത് അവകാശമായിട്ട് ലഭിക്കും. ഈ നഗരത്തിലുള്ള അവകാശം ജയിക്കുന്നവന്, ദൈവത്തിന്റെ മകനായി തീർന്നവന് മാത്രമേ ഉള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു നിക്കോദിമോസിനോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. അപ്പൊ ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയിലും പുതിയ ലോകക്രമത്തിൽ പുതിയ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുവാനും ദൈവത്തെ സേവിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനുമുള്ള അവകാശം ജയിക്കുന്നവന് മാത്രമുള്ളതാണ്. ദൈവത്തിന്റെ മകനായി തീർന്നവന് മാത്രമാണ്. യാതൊരു അശുദ്ധനും അതിൽ കടക്കുകയില്ല. ഭീരുക്കൾ, അറയ്ക്കപ്പെട്ടവർ, അവിശ്വാസികൾ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഫോഷ്ക്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി ഗന്ധകവും തീയും കത്തുന്ന പോയികയില്ല. അത്ര അത് 2-ാമത്തെ മരണത്താൽ ജയിക്കുന്നവന് ദോഷം വരികയില്ല. അപ്പോ പഴയ ആ സകല ഓർഡർ ഓഫ് തിങ്സും ആ ക്രമവും മാറ്റിയിട്ട് ദൈവം ഒരു പുതിയ ആവാസ വ്യവസ്ഥയും പുതിയ രാജ്യവും പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിച്ച് ഒരു പുതിയ ഓർഡർ ഓഫ് തിങ്സ് കൊണ്ടുവന്നിട്ട് അവിടെ ജീവപുസ്തകത്തിൽ പേരെഴുതിയവർ മാത്രം കടക്കുന്നതായിട്ടുള്ള ഒരു പുതിയ ലോകക്രമം അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. ഇനിയും ജഡത്തിന്റെ ചിന്തകൾ അവരെ കീഴടക്കുകയില്ല. കാരണം എന്താണ്? പുതിയ ലോകത്തിൽ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും നാം വസിക്കുന്നത് നാം ഇന്ന് ജീവിക്കുന്ന ഈ ജഡശരീരവും കൊണ്ടല്ല. ഒന്ന്, ലോകം ശാപത്തിന് ഇരയായി, അതുപോലെ തന്നെ ഈ ശരീരവും ശാപത്തിന്റെ കീഴ്പ്പെട്ട് കഴിഞ്ഞു. ഈ ശരീരത്തിന് നീക്കം വന്നേ മതിയാകത്തുള്ളൂ. ഈ ജഡശരീരത്തിന്, പാപത്താൽ ബാധിക്കപ്പെട്ട ഈ ജഡശരീരത്തിന് നീക്കം വരണം. അപ്പൊ നാം ഒരു പുതിയ നഗരത്തിൽ പാർക്കുമ്പോൾ നമുക്കൊരു പുതിയ ശരീരമുണ്ട്. ആ പുതിയ ശരീരത്തിൽ നാം വസിക്കുമ്പോൾ ഇന്ന് നമ്മെ അലട്ടുന്ന ജഡത്തിന്റെ ചിന്തകളൊന്നും അന്ന് അലട്ടുകയില്ല. അത് ഇച്ചിരി കൂടെ നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം. ഇന്ന് നാം ഈ ജഡത്തിൽ വസിക്കുമ്പോഴാണ് ഈ ജഡീക ചിന്തകൾ നമ്മെ അലട്ടുന്നത്, ജഡമോഹം നമ്മെ അലട്ടുന്നത്, കൺമോഹം നമ്മെ അലട്ടുന്നത്. എന്നാൽ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും നാം വസിക്കുമ്പോൾ ജഡമോഹവും കൺമോഹവും ജീവനത്തിന്റെ പ്രതാപവും ഇതൊന്നും നമ്മെ ബാധിക്കുക. അതാണ് ഒരു പുതിയ വ്യവസ്ഥ. അതാ ഞാൻ പറഞ്ഞു, അവിടെ ഒരു പങ്കിടലിന്റെ അനുഭവമായിരിക്കും.
ഷെയറിങ് ആൻഡ് കെയറിങ് എത്ര മനോഹരമായ ഒരു വ്യവസ്ഥിതിയായിരിക്കും. ലോകക്രമം തന്നെ മാറും. പഴയത് മുഴുവൻ മാറ്റി സകലവും പുതുതാക്കുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ ഈ ലോകവും അതിന്റെ, നാം ഒരു പാട്ട് പാടുന്നുണ്ടല്ലോ, പാപവും അതിൻ ഫലമാം ശാപങ്ങളും എല്ലാം, പാപവും അതിന്റെ ഫലമായ ശാപങ്ങളും എല്ലാം നീക്കപ്പെടും. യാതൊരു ശാപവും ഇനി ഉണ്ടാകും. അപ്പൊ ഈ ലോകത്തിന്റെ വ്യവസ്ഥിതിയെ തന്നെ, ലോകത്തിന്റെ കോംപ്ലക്ഷനെ തന്നെ, അല്ലെങ്കിൽ ലോകത്തിന്റെ സ്വഭാവത്തെ തന്നെ മാറ്റി മറിച്ചത് എന്താണ്? പാപമാണ്. എല്ലാ പ്രശ്നങ്ങളുടെയും മൂല കാരണം പാപമാണ്. ആ പാപ ശരീരത്തിന് നീക്കം വന്നുകൊണ്ട് ഒരു ഗ്ലോറിഫൈഡ് ബോഡിയിൽ, ഗ്ലോറിഫൈഡ് ബോഡി എന്ന് പറയുമ്പോൾ തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരത്തിലായിരിക്കും നാം പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും വസിക്കുന്നത്. തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ ഇനിയും മേലാൽ മരണം ഉണ്ടാകില്ല. ആദാം പാപം ചെയ്യാതിരുന്നായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നേനെ ഈ ഭൂമിയുടെ അവസ്ഥ? ആദാം പാപം ചെയ്യാതിരുന്നായിരുന്നെങ്കിൽ ഈ ഭൂമിയുടെ അവസ്ഥ എങ്ങനെയായിരുന്നേനെ? യാതൊരു മനുഷ്യനും മരിക്കുകയില്ല. എല്ലാവരും ദൈവ തേജസ്, അല്ലേ? ദൈവ തേജസ് ഉള്ള ഒരു ശരീരത്തിൽ പാപം ചെയ്തപ്പോ എന്താ സംഭവിച്ചത്? ദൈവ തേജസ് നഷ്ടപ്പെട്ടു. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ കൊള്ളരുതാത്തവരായിട്ട് തോന്നും. ദൈവ തേജസ്, ഓൾ ഹാവ് കം ഷോർട്ട് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. ദൈവ തേജസ് ഇല്ലാത്തവരായിട്ട് തീർന്നെന്നാണ്. അപ്പൊ ആ ദൈവ തേജസ് മടക്കി കിട്ടുന്ന ഒരു ശരീരത്തിൽ അപ്പോ ജഡത്തിന്റെ ചിന്തകളൊന്നും അലട്ടുകയില്ല. അവിടെ കർത്താവ് പറയുന്നുണ്ടല്ലോ, കർത്താവിന്റെ അടുക്കലെ പരീശന്മാര് വന്ന് കർത്താവിനെ കൊടുക്കേണ്ടതിന് ഒരു ചോദ്യം ചോദിച്ചു. ഒരു മനുഷ്യൻ വിവാഹം കഴിച്ചു, അവൻ മരിച്ചുപോയി. അന്നത്തെ യഹൂദന്മാരുടെ സമ്പ്രദായം അനുസരിച്ച് അവന്റെ സഹോദരൻ ആ സ്ത്രീയെ വിവാഹം കഴിക്കണം. അപ്പൊ കർത്താവിനോട് പറഞ്ഞു, അവന്റെ സഹോദരൻ വിവാഹം കഴിച്ചു, അവനും മരിച്ചുപോയി, മക്കളില്ലാതെ മരിച്ചു. അപ്പൊ പിന്നെ അവന്റെ ഇളയ സഹോദരൻ വിവാഹം കഴിക്കണം. അങ്ങനെ 7 സഹോദരന്മാരുണ്ടായിരുന്നു. 7 പേരും ഈ സ്ത്രീയെ വിവാഹം ചെയ്തു. പക്ഷെ 7 പേരും മരിച്ചു. എന്നിട്ട് അവര് ചോദിക്കുകയാണ്, പുനരുത്ഥാനത്തിൽ ഈ സ്ത്രീ ആരുടെ ഭാര്യയാകും? അപ്പൊ കർത്താവ് അതിന് കൊടുക്കുന്ന മറുപടി എന്താ? നിങ്ങൾ ദൈവവചനവും ദൈവശക്തിയെ കുറിച്ചും തിരുവചനവും അറിയായിക കൊണ്ട് അത്ര ഇങ്ങനെ നിങ്ങൾ സംസാരിക്കുന്നു. പുനരുത്ഥാനത്തിൽ അവിടെ വിവാഹം കഴിക്കുന്നതുമില്ല, വിവാഹത്തിന് കൊടുക്കുന്നതുമില്ല. അവർ പുനരുത്ഥാന പുത്രന്മാരാകയാൽ ദൈവദൂത തുല്യരായിത്തീരും. അങ്ങനെ ഒരു അവസ്ഥയിലാണ് നാം പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും വസിക്കുവാനായിട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞില്ല, അവിടെ ഒരു ജഡീക ചിന്തകളൊന്നും അലട്ടുകയില്ല. വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കുന്നില്ല, എന്റെ മകനെന്നോ എന്റെ മകളെന്നോ ഉള്ള ഒരു പക്ഷപാതം അവിടെ ഇല്ല. ഞാൻ കഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് എന്റെ കുടുംബത്തിന് വേണ്ടി ആകണമെന്നുള്ള, അല്ലെങ്കിൽ എന്റെ നന്മയ്ക്ക് വേണ്ടി ആകണമെന്നുള്ള ഒരു ചിന്ത അവിടെ ഇല്ല. മറ്റ് യാതൊരു ജഡീക ചിന്തകളും അലട്ടാത്ത ജഡശരീരത്തിന് നീക്കം വന്നുകൊണ്ട്, പാപ ശരീരത്തിന് നീക്കം വന്നുകൊണ്ട്, ആദാമിന്റെ പ്രതിമയായ മൺമയമായ ശരീരത്തിന് നീക്കം വന്നുകൊണ്ട്, ഒടുക്കത്തെ ആദാമായ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോ ഏത് ശരീരം ധരിച്ചുവോ അതേ ശരീരത്തോടു കൂടെ ആയിരിക്കും നാം പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും വസിക്കുവാനായിട്ട്. അപ്പോ ആ പുതിയ നഗരത്തിന്റെ പൗരന്മാരെന്ന് പറയുന്നത് ആരായിരിക്കും? Those who are redeemed with glorified bodies. തേജസ്കരിക്കപ്പെട്ട ശരീരവുമായി വീണ്ടെടുക്കപ്പെട്ടവരായിരിക്കും, അല്ലെ? അവരായിരിക്കും രണ്ടാം മരണത്താൽ ദോഷം വരാത്തവരായിരിക്കും ആ പുതിയ നഗരത്തിന്റെ പൗരന്മാരെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ പുതിയ നഗരം, രണ്ടാമത്തെ വാക്യം നമുക്ക് നോക്കാം. അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഹെവൻലി സിറ്റി. ഇവിടെ നാം കാണേണ്ട മറ്റൊരു കാര്യം, ഈ സ്വർഗീയ നഗരത്തിന്റെ അതിന്റെ സ്വഭാവത്തെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറയുമ്പോൾ, രണ്ടാമത്തെ വാക്യം, പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. 21-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം വാക്യങ്ങളില്, അന്ത്യപാത 7 നിറഞ്ഞ 7 കലശം ഉണ്ടായിരുന്ന 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട്,
വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്നൊരു വൻമലയിൽ കൊണ്ടുപോയി. യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ച് തന്നു. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വീണ്ടെടുക്കപ്പെട്ട ദൈവ മക്കളെ ഉൾപ്പെടെ തന്നെയാണ് ഇതിനെ ഹെവൻലി സിറ്റി അഥവാ വിശുദ്ധ നഗരം എന്ന് വിളിച്ചിരിക്കുന്നത്. ഈ സിറ്റിയും വീണ്ടെടുക്കപ്പെട്ട വ്യക്തികളും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പൊ നാം മുംബൈ നഗരം എന്ന് പറഞ്ഞാൽ അല്ലേ, അവിടുത്തെ കെട്ടിടങ്ങൾ മാത്രമാണ് ഒരു സിറ്റി എന്ന് പറയുന്നത്. ആൾതാമസമില്ലാത്തൊരു സിറ്റി, കെട്ടിടങ്ങൾ മാത്രമാണെങ്കിൽ ഒറ്റ ട്രെയിൻ പോലും അവിടെ ഓടത്തില്ല, ഒരു വീട്ടിൽ ലൈറ്റ് കത്തത്തില്ല. അപ്പൊ ഒരു നഗരം എന്ന് പറഞ്ഞാൽ അവിടെ ഉൾപ്പെടെയുള്ള ആളുകൾ കൂടെ ഉൾപ്പെട്ടത് തന്നെയാണ്. ഇവിടെ ഈ വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നതെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ മണവാട്ടി ഇറങ്ങുന്നെന്നാ പറയുന്നത് അല്ലേ. കുഞ്ഞാടിന്റെ മണവാട്ടി എന്ന് പറയുന്ന ആരാ? കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാർ. അപ്പൊ ഈ മണവാട്ടി, ഹൗ ക്യാൻ ദ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് ബി എ സിറ്റി? എങ്ങനെയാണ് കർത്താവിന്റെ മണവാട്ടിക്ക് ഒരു സിറ്റി എന്ന് പറയുവാനായിട്ട് കഴിയുന്നത്? എന്തുകൊണ്ട് പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരത്തെ മണവാട്ടി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു? അപ്പോൾ വിശുദ്ധ നഗരം എന്നുള്ളത് വിശുദ്ധന്മാരുടെ വാസസ്ഥലം മാത്രമല്ല, അത് വിശുദ്ധന്മാർ കൂടി ഉൾപ്പെട്ടതാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. എബ്രായർ 12:22. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കൽ അത്രേ നിങ്ങൾ വന്നിരിക്കും. ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിന്റെ മധ്യസ്ഥൻ. അപ്പോൾ എല്ലാവരും കൂടെ ഉൾപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത് ഈ ഹെവൻലി സിറ്റി എന്ന് ദൈവത്തിന്റെ ദൂതന്മാരും കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരും പഴയ നിയമ വിശുദ്ധന്മാരും എല്ലാവരും കൂടെ ഉൾപ്പെടുന്നതായിരിക്കും കർത്താവിന്റെ മണവാട്ടിയായ വിശുദ്ധ നഗരമെന്ന് പറയുന്നത്. റിഡീംഡ് ഓഫ് ദ ലോർഡ് ആർ ദ ഫസ്റ്റ് ബോൺ. കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരെയാണ് ആദ്യജാതന്മാരുടെ സഭ എന്ന് പറയുന്നത്. അപ്പോൾ നഗരം എന്നത് കർത്താവും വിശുദ്ധ ദൂതന്മാരും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ആദ്യജാതന്മാരുടെ സർവ്വസഭയും ഒരുമിച്ച് ചേരുന്ന സംഘത്തെയാണ് ഇവിടെ വിശുദ്ധ നഗരം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ വിശുദ്ധ നഗരത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് അത് ഈ സർവസഭയും അല്ലേ, ദൂതന്മാരും രക്ഷിക്കപ്പെട്ട ദൈവമക്കളും കർത്താവായ യേശുക്രിസ്തു എല്ലാം അടങ്ങിയ ഒരു സ്ഥലത്തെ ഒരു സംഘത്തെയാണ് അവിടെ വിശുദ്ധ നഗരം എന്ന് പറയുന്നത്. ജീവപുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്ന എല്ലാവരും ഉൾപ്പെടുന്നതായിട്ടുള്ള ഒരു സംഘമായിരിക്കും ഈ സഭ എന്ന് പറയുന്നത്. അതാണ് ഈ സിറ്റിയുടെ ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ദിസ് ഈസ് എ പ്ലേസ് വേർ ഓൾഡ് ടെസ്റ്റ്മെന്റ് സെയിന്റ്സ് ആൻഡ് ന്യൂ ടെസ്റ്റ്മെന്റ് സെയിന്റ്സ് ആർ യുണൈറ്റഡ്. ഇവിടെ നമുക്ക് ഈ നഗരത്തിലാണ് പഴയ നിയമ വിശുദ്ധന്മാരും പുതിയ നിയമ വിശുദ്ധന്മാരും ഒന്നിക്കുന്നത്. ഇവിടെ 12-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അതിന് പൊക്കമുള്ള വൻമതിലും 12 ഗോപുരവും ഗോപുരങ്ങളിൽ 12 ദൂതന്മാരുമുണ്ട്. ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെയും പേർ കൊത്തിയിട്ടുമുണ്ട്. കിഴക്ക് 3 ഗോപുരം, വടക്ക് 3 ഗോപുരം, തെക്ക് 3 ഗോപുരം, പടിഞ്ഞാറ് 3 ഗോപുരം. നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ പേരുകളുമാണ്. ഇവിടെ നമുക്ക് സിംബോളിക്കായിട്ട് അതിനെ കാണാനായിട്ട് കഴിയുന്നത് 12 ഗോപുരങ്ങളിലും 12 ഇസ്രായേൽ ഗോത്രങ്ങളുടെ പേര് കൊത്തിയിട്ടുണ്ട് അല്ലേ. പിന്നെ താഴോട്ട് വരുമ്പോൾ 12 അടിസ്ഥാനം എന്ന് പറയുമ്പോൾ അതിൽ 12 അടിസ്ഥാനങ്ങളിലും 12 അപ്പോസ്തലന്മാരുടെ പേരുകളും.
അപ്പോ പഴയ നിയമസഭയായ ഇസ്രായേലിലെ 12 ഗോത്രങ്ങളും അടിസ്ഥാനമായിട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ 12 അപ്പോസ്തലന്മാരുടെ പേരുകളും, അതായത് പഴയ നിയമ വിശുദ്ധന്മാരും പുതിയ നിയമ വിശുദ്ധന്മാരും ഒന്നിക്കുന്ന ഒരു സ്ഥലമായിരിക്കും ഈ കുഞ്ഞാടിന്റെ മണവാട്ടിയായ യെരുശലേം എന്ന് പറയുന്ന പുതിയ നഗരം എന്ന് പറയും. 2 കൂട്ടം ആളുകളും അവിടെ ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കുന്നതായിട്ടുള്ള സ്ഥലമാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ അതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. എഫേസ്യർ 2:20, ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. അങ്ങനെ ഒരു അവസ്ഥയായിരിക്കും ഈ പുതിയ നഗരത്തിൽ ഉണ്ടാകും. പഴയ നിയമത്തിലെ വിശുദ്ധന്മാരും കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരും എല്ലാവരും യേശുക്രിസ്തു പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ കർത്താവായ യേശുക്രിസ്തുവിൽ യുക്തമായി ചേർന്ന് ഒരേ വിശുദ്ധ മന്ദിരമായി വളരുന്ന ഒരു നഗരമായിരിക്കും ഈ പുതിയ യെരുശലേം എന്ന് പറയുന്നത്. അതാണ് അതിന്റെ 2-ാമത്തെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. ഒന്നാമത്, അത് നഗരം എന്ന് പറഞ്ഞാൽ വീണ്ടെടുക്കപ്പെട്ടവർ ഉൾപ്പെടെയുള്ള സർവ്വസഭയുമാണ്. 2-ാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പഴയ നിയമ വിശുദ്ധന്മാരും പുതിയ നിയമ വിശുദ്ധന്മാരും ഒന്നിക്കുന്ന ഒരു സ്ഥലമായിട്ട് യേശുക്രിസ്തുവിൽ, എഫേസ്യ ലേഖനം തുടങ്ങുന്നത് തന്നെയാണ്, സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം ക്രിസ്തു യേശുവിൽ ഒന്നായി തീർക്ക എന്നിങ്ങനെയുള്ള കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിട്ട്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം എടുത്താല് നമുക്കത് അങ്ങോട്ട് മനസ്സിലാക്കുവാൻ ഇച്ചിരി പ്രയാസമുണ്ട്, അല്പം പ്രയാസം കാണും. കാരണം നമ്മുടെ ബുദ്ധിയിലോ ഒന്നും ഒതുങ്ങുന്നതല്ല. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തില് അതിന്റെ 10-ാമത്തെ വാക്യം, അത് സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിട്ട്. കാലസമ്പൂർണത എന്ന് പറഞ്ഞാൽ എന്താ? എം.ഇ. ചെറിയാൻ സാറ് പാടിയിട്ടുണ്ട്, കാലമെല്ലാം കഴിയും, കാണുന്നതെല്ലാം അഴിയും, പിന്നെ പുതിയ യുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. അപ്പൊ കാലസമ്പൂർണത എന്ന് പറഞ്ഞാൽ കാലം തീർന്നു പോയിട്ടുള്ളതായിട്ടുള്ള ഒരവസ്ഥ. ഇന്ന് നാം ജീവിക്കുമ്പോൾ വി ആർ ലിവിങ് ഇൻ സ്പേസ് ആൻഡ് ടൈം അല്ലേ? ഇന്ന് നമുക്ക് എന്തോ സ്പേസിന്റെ പരിമിതി ഉണ്ട്, പിന്നെ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പക്ഷേ ഇനിയും കർത്താവ് സ്ഥാപിക്കുവാൻ പോകുന്ന പുതിയ നഗരത്തിൽ സ്ഥലത്തിനൊരു പരിമിതിയുള്ള സ്ഥലമായിരിക്കും. കാര്യം നമ്മുടെ എക്സിസ്റ്റൻസ് ഇങ്ങനെ ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ആയിരിക്കും. ഫിസിക്കൽ എന്ന് ഞാൻ പറഞ്ഞാൽ കാണാം, തൊടാം, ഇതൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ നാം ഇന്ന് ഈ കാണുന്ന നിലയിലുള്ള ഒരു എക്സിസ്റ്റൻസ് ഒരു നിലനിൽപ്പല്ല. അതൊക്കെ മനസ്സിലാക്കുവാനായിട്ട് അവിടെ ചെല്ലുമ്പോഴേ അത് പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാകും. കാലം കഴിയും. ഇന്ന് നമ്മൾ കലണ്ടർ മറിച്ച് 60 സെക്കൻഡ് ഉള്ള 1 മിനിറ്റ്, 60 മിനിറ്റ് ഉള്ള 1 മണിക്കൂർ, 24 മണിക്കൂറുള്ള ഒരു ദിവസം, 7 ദിവസങ്ങളുള്ള ഒരാഴ്ച, 31 ദിവസമുള്ള ഒരു മാസം, 365 ദിവസമുള്ള ഒരു വർഷം എന്നൊക്കെ നാം കണക്ക് കൂട്ടുന്ന ആ കണക്ക് കൂട്ടലൊന്നും സ്വർഗത്തിൽ ഉണ്ടാകുന്നു. ദൈവം കാലസമ്പൂർണത, അതാണ് ദൈവത്തിന്റെ വ്യവസ്ഥ. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിലും ദൈവം തമ്പുരാൻ അത് തന്നെ വേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തില് 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിൽ കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കെന്താ? കാലസമ്പൂർണത. കാലത്തിന്റെ പൂർണ്ണത വന്നപ്പോ, അതായത് ദൈവം കർത്താവായ യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത് മനുഷ്യന്റെ കാലക്കണക്കനുസരിച്ചല്ല, പിന്നെന്താ? സ്വർഗത്തിലെ സമയമനുസരിച്ച്. സ്വർഗത്തിൽ ഏത് മെഷർമെന്റ് ആണോ സമയത്തെ കണക്കാക്കാൻ ഉപയോഗിക്കുന്നത്, ആ മെഷർമെന്റ് ആണ് ഉപയോഗിച്ചത്. ഞാൻ പറഞ്ഞത് നമ്മുടെ ബുദ്ധിക്ക് അങ്ങോട്ട് ഒതുങ്ങുവാനായിട്ട് കഴിയുകയും
നമുക്ക് തന്നെ ഇത് പറയാവുന്നല്ലാതെ നമ്മുടെ ബുദ്ധിയിലൊന്നും അത് ദൈവത്തിന് കാലസമ്പൂർണത. ഇപ്പൊ എഫേസ്യ ലേഖനത്തിലും ആ വാക്കുണ്ട്, കാലസമ്പൂർണത. ഗലാത്യ ലേഖനത്തിലും കാലസമ്പൂർണത. ആ കാലസമ്പൂർണതയെ കുറിച്ചാണ് വെളിപ്പാട് പുസ്തകം 21, 22 അധ്യായം. ഇതിനെല്ലാം നീക്കിക്കളഞ്ഞ് ദൈവം ഒരു പുതിയ ലോകത്തെയും പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെയും സൃഷ്ടിച്ച് ദൈവം വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളും ദൈവത്തിന്റെ ദൂതന്മാരും കർത്താവായ യേശു ക്രിസ്തുവും ദൈവം താൻ അവർക്ക് ദൈവമായി, വീണ്ടെടുക്കപ്പെട്ടവർ അവന്റെ ജനമായി, അവനോടുകൂടെ ഒരുമിച്ച് വാഴുന്ന, ഒരുമിച്ച് വസിക്കുന്ന ഒരു മനോഹരമായ ഒരു അവസ്ഥയും മനോഹരമായ ഒരു വ്യവസ്ഥിതിയും ദൈവം സൃഷ്ടിക്കുമ്പോൾ അവിടെ പഴയ നിയമ വിശുദ്ധന്മാരും പുതിയ നിയമ വിശുദ്ധന്മാരും ഒന്നിക്കും. മാത്രമല്ല ആ നഗരം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ ഒന്നിച്ച് പണിതു വരുന്ന ഒരു നഗരമായി. ഇവിടെ നാം വായിക്കുന്നുണ്ട്, 21-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അതിന്റെ മന്ദിര കുഞ്ഞാട് അതിന്റെ മന്ദിരമാകുന്നത്. 21-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 21-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം. ആ മന്ദിരം അതിൽ കണ്ടില്ല. അവിടെ ഒരു ദേവാലയം കാണേണ്ട ആവശ്യമില്ല. പിന്നെന്താ? സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിന്റെ മന്ദിരമാകും. അപ്പൊ കർത്താവിലാണ് ബാക്കി എല്ലാ നിലനിൽപ്പുകളും ഉള്ളത്. കർത്താവായ യേശുക്രിസ്തുവിൽ നാം എല്ലാം ആയിത്തീരുന്ന ഒരവസ്ഥയിലൂടെയാണ്. അവിടെ പിന്നെ വേറൊരാൾക്ക് കയറാൻ അവകാശമില്ല. ആരാ അവിടെ കയറാൻ ശ്രമിക്കേണ്ട ഒരു വ്യക്തി? പിശാച് അല്ലേ? അവനെ പക്ഷെ പിടിച്ച് എന്നേക്കുമായി നിത്യനരകത്തിൽ, ലേക്ക് ഓഫ് ഫയറിൽ ഇട്ട് കളഞ്ഞു അല്ലേ? ഗന്ധകവും തീയും കത്തുന്ന പൊയ്കയിൽ ഇട്ട് കളഞ്ഞു. ഇനി കർത്താവിൽ വസിക്കുന്ന ഒരവസ്ഥയിൽ നാം ആയിത്തീരും. അങ്ങനെ ഒരു മനോഹരമായ ഒരു വ്യവസ്ഥിതി യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ പൗലോസ് അപ്പോസ്തലൻ തനിക്ക് ലഭിക്കാവുന്ന എല്ലാ വാക്കുകളും എടുത്താണ് ഇതൊക്കെ വിവരിച്ചിരിക്കുന്നത്. പക്ഷെ മനുഷ്യന്റെ വാക്കുകൾക്കൊക്കെ എന്തുകൊണ്ട് പറയാം? limitations. We are living in a limited world. We are speaking a limited language. We are having a limited understanding. അല്ലേ? നമുക്ക് പരിമിതികളുള്ള ഒരു ബുദ്ധി മാത്രമേ ഉള്ളൂ. നമ്മുടെ ഭാഷയ്ക്ക് പരിമിതിയുണ്ട്. യോഹന്നാൻ ഇവിടെ സ്വർഗത്തെ കുറിച്ച് അവിശുദ്ധ നഗരത്തെ വിവരിച്ചിരിക്കുന്ന ഒത്തിരി രത്നങ്ങളാ അല്ലേ? സൂര്യകാന്തം, പത്മരാഗം, ഗോമേതകം, നീലരത്നം അല്ലെ, പുഷ്യരാഗം, നഗവർണി, ചുവപ്പ് കല്ല്, പീതരത്നം, ഇതെല്ലാം ലോകത്തിൽ കാണാവുന്ന ഏറ്റവും മനോഹരമായ വസ്തുക്കളെ കൊണ്ടാണ് സ്വർഗത്തെ വിവരിച്ചിരിക്കുന്നത്. പക്ഷെ ഈ മനോഹരമായ വസ്തുക്കളൊന്നും സ്വർഗത്തിലെ ഒന്നിനും തുല്യവുമല്ല. പിന്നെ നമ്മളോട് എന്തെങ്കിലും പറയണ്ടേ? താൻ കണ്ട ഈ മനോഹരമായ കാഴ്ചയെക്കുറിച്ച് യോഹന്നാൻ നമ്മോട് സംസാരിക്കുമ്പോൾ ഇത് ഇന്നതിനോട് തുല്യമാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അല്ലേ? ഇന്നതാണെന്ന് തന്റെ വാക്കുകളിൽ വിവരിക്കാൻ കഴിയുന്നില്ല. പക്ഷെ ഇന്നതിനോടൊക്കെ ഏതാണ്ട് ഇതുപോലൊക്കെ ആയിരിക്കും എന്ന് പറയുന്ന പോലെ മനോഹരമായ ഏറ്റവും വലിയ രത്നങ്ങൾ, റൂബീസ് അല്ലെ, ഒനിക്സ്, മനോഹരമായ രത്നങ്ങളെ കുറിച്ചാണ് പറയുന്നത്. സ്വച്ഛ സ്ഫടിക തങ്ക തുല്യം എന്നൊക്കെ പറയുമ്പോൾ തനിക്ക് വിവരിക്കാൻ കഴിയാവുന്ന എല്ലാ വാക്കുകളും കൊണ്ടുവന്ന് താൻ ഇവിടെ വിവരിക്കുകയാണ്. ആ മനോഹരമായ ഒരു അവസ്ഥയാണ് നാം ഇവിടെ കാണുന്നത്. മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിന്റെ തേജസ് ആവസിക്കുന്നതായിട്ടുള്ള ഒരു നഗരമായിരിക്കും. 10-ാമത്തെ വാക്യം, യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ തന്നെ ദൈവ തേജസ് ഉള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. അതിന്റെ ജ്യോതിസ് ഏറ്റവും വിലയേറിയ രത്നത്തിന് തുല്യമായി സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെ ആയിരുന്നു. അപ്പൊ ദൈവ തേജസ് ആവസിക്കുന്ന ഒരു നഗരമായി. മൂന്നാമത്തെ പ്രത്യേകത ഏതാണ്? തേർഡ് ക്യാരക്ടറിസ്റ്റിക്, ദൈവ മഹത്വം സമാഗമന കൂടാരത്തെ നിറച്ചിരുന്നു. നാം അത് വായിക്കുന്നുണ്ട് അല്ലെ? മരുഭൂമിയിൽ അവരൊരു സമാഗമന കൂടാരം അടിക്കും. ആ സമാഗമന കൂടാരത്തിന് എന്താ? വിശുദ്ധ സ്ഥലമുണ്ട്, അതിവിശുദ്ധ സ്ഥലമുണ്ട്. അതിവിശുദ്ധ സ്ഥലത്താണ് ദൈവത്തിന്റെ സാന്നിധ്യം അധിവസിക്കുന്ന ദൈവത്തിന്റെ പെട്ടകം വെക്കുന്നത്. പെട്ടകത്തിന്റെ മേളിൽ കൃപാസനമുണ്ട്. കൃപാസനത്തിന്റെ ഇരുവശങ്ങളിലായി കെരൂബുകളുണ്ട്. ഈ കൃപാസനത്തിലേക്കാണ് ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വന്നിരുന്നത്. അപ്പൊ ആ സമാഗമന കൂടാരത്തിൽ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വരുമ്പോൾ കൂടാരം എന്തോ ആയിരിക്കും? കൂടാരം പുക കൊണ്ട് നിറയും, മേഘം വന്ന് അതിന്റെ മേൽ ആവസിക്കും.
അപ്പൊ അതുപോലെ ദൈവ തേജസ് ചിലപ്പോഴെങ്കിലും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഒരു പ്ലെയിൻ മേഘത്തിലോട്ട് കയറുന്നത് കണ്ടിട്ടുണ്ട് അല്ലെ? നമ്മൾ താഴെ നിന്ന് നോക്കുമ്പോൾ ഒരു പ്ലെയിന് മേഘത്തിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷെ ഈ മേഘം എന്ന് പറഞ്ഞാൽ എന്താ സത്യത്തിൽ? പ്ലെയിനിൽ ഇരിക്കുന്ന ഒരാളിന് പുറത്തേക്ക് നോക്കിയാൽ മേഘമൊട്ട് കാണാനും കഴിയത്തില്ല അല്ലെ? പ്ലെയിനിന്റെ വിൻഡോയിലൂടെ നോക്കിയാൽ മേഘം കാണാൻ കഴിയും. മേഘത്തിൽ കയറിയതാണെന്ന് ഒരു പ്രത്യേകിച്ച് മേഘമായിട്ട് ഇവിടെ നമ്മൾ പുറത്തോട്ട് നോക്കുന്ന പോലെയുണ്ട്. അതേപോലെ ദൈവത്തിന്റെ തേജസ് ആവസിക്കുന്ന ഒരു നഗരമായിരിക്കും. യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലും യെശയ്യാവ് ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് കണ്ടു. പിന്നെ പറഞ്ഞു, അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. ദ ട്രെയിൻ ഓഫ് ഹിസ് റോബ് ഫിൽഡ് ദ ടെമ്പിൾ എന്നാണ്. അവന്റെ വസ്ത്രം എന്ന് പറയുന്നത് എന്താ? 104-ാം സങ്കീർത്തനത്തിന്റെ 2-ാമത്തെ വാക്യം എന്താ പറയുന്നത്? 104:2. വസ്ത്രം ധരിക്കുന്നത് പോലെ നീ പ്രകാശത്തെ ധരിക്കുന്നു. അപ്പൊ പ്രകാശത്തെ ധരിച്ചിരിക്കുന്ന ദൈവത്തിന്റെ പ്രകാശം, ദൈവത്തിന്റെ തേജസ് ദൈവത്തിന്റെ മന്ദിരത്തെ നിറച്ചിരുന്നു. അങ്ങനെയുള്ള ഒരു തേജസ് ആവസിക്കുന്ന, അധിവസിക്കുന്ന ഒരു മന്ദിരമായിരിക്കും വിശുദ്ധ നഗരമെന്ന് പറയുന്നു. മാത്രവുമല്ല, അത് അടിസ്ഥാനങ്ങൾ ഉള്ളതായിട്ടുള്ള 4-ാമത്തെ പ്രത്യേകത, ഇറ്റ് ഈസ് എ സിറ്റി വിത്ത് ഫൗണ്ടേഷൻസ്. എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, ഒരു കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിനുമായിട്ട് കാത്തിരുന്നു അല്ലെ? എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ അതുകൊണ്ട് ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ സ്വർഗീയമായതിനെ, അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. എബ്രായർ 11:16. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല, അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. 10-ാമത്തെ വാക്യത്തിൽ അബ്രഹാമിനെ കുറിച്ചും ഇസ്ഹാക്കിനെ കുറിച്ചും പറയുന്നത്, അബ്രഹാം വാഗ്ദത്ത ദേശത്ത് ഇസാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് 11:10 ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായിട്ട് കാത്തിരുന്നു. അപ്പൊ ഈ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായിട്ടുള്ള ഒരു നഗരം എന്താണ്? ഒരു കെട്ടിടത്തിന്റെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഒരു കെട്ടിടത്തിന്റെ ഫൗണ്ടേഷൻ, അതിന്റെ അടിത്തറ നല്ല സ്ട്രോങ് ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഏത് ഭൂകമ്പം വന്നാലും എന്ത് വന്നാലും അത് നിലനിൽക്കുമെന്ന് അല്ലേ? ഫൗണ്ടേഷൻ റെപ്രസെന്റ്സ് ഇറ്റ്സ് പെർമനൻസ്. അത് സ്ഥിരമായി നിൽക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് പൗലോസ് എബ്രായ ലേഖന കർത്താവ് പറയുന്നത് ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതും. ഇതൊക്കെ ഇളകിപ്പോകുന്നതാണ്. ഇളകാത്ത രാജ്യം, യാതൊരു ഇളക്കവും ഇല്ലാത്ത എന്നേക്കും നിലനിൽക്കുന്ന ഒരു നഗരമായിരിക്കും സ്വർഗീയ യെരൂശലേം എന്ന് പറയുന്നു. മാത്രവുമല്ല, അതിന്റെ വോൾസ് ആൻഡ് ഗേറ്റ്സ് സ്പീക്സ് അബൌട്ട് പ്രൊട്ടക്ഷൻ. അവിടെ യാതൊരു അശുദ്ധനും അതിൽ കടക്കയില്ല. അപ്പൊ എന്നേക്കും നിലനിൽക്കുന്ന, യാതൊരു അശുദ്ധനും കടക്കാത്ത ഏറ്റവും സുരക്ഷിതമായ അങ്ങനെ ഒരു നഗരത്തിനായിട്ട് അബ്രഹാമും ഇസാക്കും യാക്കോബും ഒക്കെ കാത്തിരുന്നു, കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്. ഇവിടെ നിലനിൽക്കുന്ന നഗരം നമുക്ക് ഇല്ല. നമുക്ക് നിലനിൽക്കുന്ന ഒരു നഗരം എന്ന് പറയുന്നത് ആ സ്വർഗീയ യെരൂശലേമാണ്. അതിനായിട്ട് കാത്തിരിക്കും. പിന്നീട് അതിന്റെ പ്രഷ്യസ് സ്റ്റോൺസ് എന്ന് പറയുന്നത് ഇറ്റ് റെപ്രസെന്റ്സ് ദ ബ്യൂട്ടി ഓഫ് ദ സിറ്റി. ആ വിശുദ്ധ നഗരത്തിന്റെ മനോഹാരിതയായിട്ട് നമുക്കവിടെ കാണാനായിട്ട് കഴിയും. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മാനുഷിക ഭാഷയിൽ തനിക്ക് വിവരിക്കാൻ കഴിയാവുന്ന എല്ലാ വാക്കുകളും കൊണ്ടുവന്ന് ചേർത്ത് വെച്ചാണ് യോഹന്നാൻ ഈ നഗരത്തെ വിശദീകരിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങൾ പഠിക്കാം. പ്രിയമുള്ളവരെ, നാം
അങ്ങനെ ഒരു നഗരത്തിന് വേണ്ടിയാ കാത്തിരിക്കുന്നത്. ഇവിടെ ഉള്ളതെല്ലാം നശിച്ചു പോകുന്നതും നീക്കം വരുന്നതുമാണ്. ഇവിടെയുള്ള ഈ സംവിധാനം മുഴുവൻ ഈ ലോകത്തിൽ നാം വസിക്കുമ്പോൾ ഇത് ശാപത്തിന് അധീനമായ ഒരു സംവിധാനമാണ്. ഈ സിസ്റ്റം ശാപത്തിന് അധീനമാണ്. നാം വസിക്കുന്ന ഈ ശരീരം ശാപത്തിന് കീഴ്പ്പെട്ടതാണ്. ഈ ശരീരത്തിന് നീക്കം വരണം. ശപിക്കപ്പെട്ട ഈ ഭൂമിക്ക് നീക്കം വരണം. ഇതിനെല്ലാം നീക്കി ദൈവം ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കും. മാത്രമല്ല നമുക്കൊരു പുതിയ ശരീരം തരും. ആ പുതിയ ശരീരത്തോടു കൂടെ മാത്രമേ നമുക്ക് ആ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും വസിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ദൈവ തേജസ് ആവസിക്കുന്ന, എന്നേക്കും നിലനിൽക്കുന്ന, ഏറ്റവും മനോഹരമായ, യാതൊരു ശാപവും ഇല്ലാത്ത, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത ഒരു നഗരത്തിനായി നാം നോക്കി പാർക്കും. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരെ പോലെ ഇവിടെ നാം പണിയുന്ന വീടുകൾക്ക് ഫൗണ്ടേഷൻ വലുതാക്കാൻ നാം ശ്രമിക്കുമ്പോൾ സ്വർഗത്തിലെ വീടിന്റെ ഫൗണ്ടേഷൻ നാം അതിനായിട്ട് കാത്തിരിക്കുന്നു. ഇവിടുത്തെ ഫൗണ്ടേഷൻ ഒക്കെ ഇളകിപ്പോകും. ഈ കാണുന്ന ലോകം മാറ്റപ്പെടും. നിത്യമായത് മാത്രം. അതുകൊണ്ട് കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. അതിനായിട്ട് നോക്കി പാർക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആ അവസ്ഥയിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം നമുക്ക് ഒരുങ്ങാം, മറ്റുള്ളവരെ ഒരുക്കാം എന്ന് ദൈവത്തിന്റെ ഏറിയ കൃപ നമ്മോടുകൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ബ്രദർ രാജു ഡാനിയൽ സമാപന പ്രാർത്ഥന നിർവഹിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു.